ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ മന്ത്രി കെ രാജനെ കൂലിപ്പണി രാജൻ എന്ന് വിളിച്ച് അധിക്ഷേപിക്കാൻ ശ്രമിക്കുകയാണ്. സംഭവം എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. മുണ്ടക്കൈ ചൂരൽമരം ദുരന്തബാധിതർക്കായി നിർമ്മിച്ച വീട്ടിൽ കാണപ്പെട്ടതായി പറയുന്ന വിള്ളൽ, അത് വിള്ളലല്ല, എഞ്ചിനീയേഴ്സ് മാർക്ക് ചെയ്തതാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം ആ മാർക്ക് ഉരച്ചു മാറ്റി കാണിക്കുകയുണ്ടായി. ഇതിനെയാണ് ചാണ്ടി ഉമ്മൻ കെ രാജനെ കൂലിപ്പണി രാജൻ എന്ന് അധിക്ഷേപിച്ച് സംസാരിച്ചത്. അതിന് തക്ക മറുപടി മന്ത്രി കെ രാജൻ കൊടുക്കുകയും ചെയ്തു. കൂലിപ്പണി രാജൻ എന്ന് വിളിക്കുന്നത് തനിക്ക് അഭിമാനമേ ഉള്ളൂ, മുതലാളി രാജൻ എന്ന് വിളിച്ചില്ലല്ലോ എന്ന്. കൂലിപ്പണിക്കാർ നികൃഷ്ട ജീവികളാണ് എന്ന അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ് മന്ത്രി കെ രാജനെ ആക്ഷേപിക്കാൻ കൂലിപ്പണിക്കാരൻ എന്ന പദം ഉപയോഗിക്കാൻ അദ്ദേഹം നിർബന്ധിതമായത്. ഇത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. അദ്ദേഹം ജനിച്ചു വളർന്ന സാഹചര്യത്തിന്റെ കുഴപ്പമാണ്. അധികാരവും സമ്പത്തും എല്ലാം ഉള്ള ഉമ്മൻചാണ്ടിയുടെ മകനായി ജനിച്ച ഇദ്ദേഹത്തിന് സാധാരണക്കാരുടെ ജീവിതത്തെക്കുറിച്ച് എന്തറിയാം? യാതൊരു ധാരണയുമില്ല. ഇദ്ദേഹത്തിന്റെ വീട്ടിലും വീട്ടുപണി ചെയ്യുന്ന ജോലിക്കാർ തീർച്ചയായിട്ടും കാണും. അവരെ ഉൾപ്പെടെ അധിക്ഷേപിക്കുകയല്ലേ ഇദ്ദേഹം ചെയ്തത്. കൂലിപ്പണി എന്തോ മോശം ജോലിയാണെന്നുള്ള തരത്തിൽ എമരി പേപ്പർ ഉപയോഗിച്ച് മന്ത്രി കെ രാജൻ ആ മാർക്ക് തുടച്ചു കാണിക്കുകയാണ് ചെയ്തത്. അതിനെയാണ് അധിക്ഷേപിച്ചത്. എങ്കിൽ മിസ്റ്റർ ചാണ്ടി ഉമ്മൻ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. താങ്കളുടെ പിതാവ് നടത്തിയ ജനസമ്പർക്ക പരിപാടികളുണ്ടല്ലോ, ആ ജനസമ്പർക്ക പരിപാടിയിൽ ഏതോ ഒരു രോഗിയുടെ എക്സ്റേ താങ്കളുടെ പിതാവ് ഉമ്മൻചാണ്ടി പരിശോധിക്കുന്നത് കണ്ടു. എന്തറിവിന്റെ അടിസ്ഥാനത്തിലാണ്? അദ്ദേഹം മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച് പഠിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും മെഡിക്കൽ നോളജ് അദ്ദേഹത്തിനുണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പൊ അദ്ദേഹത്തെ ആക്ഷേപിക്കേണ്ടത് എങ്ങനെയാണ്? കള്ള കമ്പൗണ്ടറെന്നോ അല്ല വ്യാജ ഡോക്ടറെന്നോ മറ്റോ വിളിച്ച് ആരെങ്കിലും ആക്ഷേപിച്ചോ? ഇല്ലല്ലോ. നോക്കൂ, നിങ്ങളുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് നോക്ക്. ഇത് പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടി ചെയ്തതാണെങ്കിൽ തന്നെയും അദ്ദേഹത്തെ നിങ്ങൾ എന്ത് വിളിക്കും? കൂലിപ്പണിക്കാരെന്ന് വിളിക്കുമോ? അതോ പെയിന്റർ എന്ന് വിളിക്കുമോ? പെയിന്റർ രാഹുലിനെ വിളിക്കുമോ? പെയിന്റർ രാഹുലിനെ വിളിക്കുമോ? പെയിന്റർ രാഹുലിനെ വിളിച്ചാൽ അദ്ദേഹത്തിന് അതൊരു ആക്ഷേപമാണ്. കാരണം അദ്ദേഹം താങ്കളെപ്പോലെ തന്നെ ജീവിതത്തിന്റെ യാതൊരു ബുദ്ധിമുട്ടും അറിയാതെ അധികാരവും സമ്പത്തും എല്ലാമുള്ള കുടുംബത്തിൽ ജനിച്ചാണ്. നിങ്ങൾക്കൊക്കെ കൂലിപ്പണിക്കാരൻ, പെയിന്റർ എന്നൊക്കെ പറയുന്നത് എന്തോ നികൃഷ്ടമായ ജോലി ചെയ്യുന്നവർ എന്നാണ്. ആ ധാരണയിൽ ആണ് നിങ്ങൾ മന്ത്രി കെ രാജനെ ആ പേര് വിളിച്ച് ആക്ഷേപിക്കാമെന്ന് കരുതിയത്. സമൂഹത്തിൽ എന്തെങ്കിലും നല്ല കാര്യം ചെയ്ത്, അല്ലെങ്കിൽ രാഷ്ട്രീയ പൊതുപ്രവർത്തന രംഗത്ത് ചെറുപ്പം മുതലേ നിന്ന് MLA ആയ ആളല്ലല്ലോ താങ്കൾ. താങ്കളുടെ പിതാവ് മരിച്ച ഡൈയിങ് ഹാർനസിൽ, സാധാരണ സർക്കാർ ജോലിയിലിരിക്കുന്ന ആൾക്കാർ മരിക്കുമ്പോൾ അവരുടെ മക്കൾക്ക് ഡൈയിങ് ഹാർനസിൽ ജോലി കിട്ടാറുണ്ട്. അതുപോലെ താങ്കളുടെ പിതാവ് മരിച്ച ഡൈയിങ് ഹാർനസ് വേക്കൻസിയിൽ കിട്ടിയ MLA പദമല്ലേ? അല്ലാതെ താങ്കളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി കിട്ടിയതാണോ? അല്ലല്ലോ. ചാണ്ടി ഉമ്മൻ വലിയ കാപട്യക്കാരനാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇലക്ട്രിക് സൈക്കിളിൽ നടന്ന് ഒട്ടുപിടിക്കുക, അതുപോലെ തന്നെ ഫ്ലക്സ് വേണ്ട എന്ന് പറയുക. ഇതൊക്കെ ഞാനൊരു മഹാനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിന്റെ ഭാഗമാണ്, അല്ലാതെ ആ ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള ആത്മാർത്ഥത കൊണ്ടൊന്നുമല്ല. ചാണ്ടി ഉമ്മൻ, നിങ്ങൾ സമൂഹത്തിനൊരു റോൾ മോഡൽ ഒന്നുമല്ല. പക്ഷേ മന്ത്രി കെ രാജൻ ഒരു റോൾ മോഡലാണ്. താഴെ നിന്ന് പൊതുപ്രവർത്തനം നടത്തി, രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഉയർന്ന പദവിയിലെത്തിയ ആളാണ് മന്ത്രി കെ രാജൻ. അദ്ദേഹത്തെ ഒന്നും ആക്ഷേപിക്കാൻ നിങ്ങളായിട്ടില്ല. അപ്പന്റെ ഡൈയിങ് ഹാർനസിൽ MLA ആയി വന്ന ചാണ്ടി ഉമ്മനെന്നേ ഞങ്ങൾക്കൊക്കെ കാണാൻ കഴിയത്തു. പണ്ട് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ പോലെ, ഞങ്ങൾ എന്തും താങ്ങും, ഞങ്ങൾ തുടങ്ങിയാൽ നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. കേട്ടോ മോനെ? അതുകൊണ്ട് അപ്പന്റെ ഡൈയിങ് ഹാർനസിൽ MLA ആയ മകനെ ആളും തരവും നോക്കിയൊക്കെ കളിക്കുക.